ഫിഷ് കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റമാണ് ഈ ഒരു ബീഫ് വെക്കേണ്ട പോലെ വെച്ചാലില്ലേ പിന്നെ ആ ഒരു ടേസ്റ്റ് നമ്മൾ നാവുന്നു പോവില്ല. ഈ ഒരു ബീഫ് ഗ്രേവിയിലെ നല്ല പൊരിഞ്ഞ പൊറോട്ടിൻ്റെയൊക്കെയോ അല്ലെങ്കിൽ നെയ്പ്പത്തിൻ്റെയൊക്കെയോ പത്തിൻ്റെയൊക്കെയോ എന്തിനും നമ്മൾ നെയ്ച്ചോറിൻ്റെ ഒക്കെ വരെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾക്ക് ബീഫിൻ്റെ ഒന്നിച്ച് കോമ്പായിട്ട് എന്താണെന്ന് കഴിക്കാൻ ഇഷ്ടമില്ലത് കമൻറ്റ് ചെയ്യുക. അത് ഉണ്ടാക്കാൻ വലിയ മെനക്കേടൊന്നുമില്ല, ചെറിയ സ്റ്റെപ്പേ ഉള്ളൂ. പിന്നെ ബീഫ് കറിയും കാര്യമെല്ലാം റെഡിയാക്കുമ്പോൾ കുറേ ഐറ്റംസ് ഇട്ടിട്ട് ഓവറാക്കി ചളമാക്കാൻ പാടില്ല. ബീഫിൻ്റെ ടേസ്റ്റ് ഒന്നും ഇല്ലാണ്ടാവും. അതായത് ഉള്ളി തക്കാളി ഇതെല്ലാം കുറേ ഇട്ട് ഇങ്ങനെ ആ ഒരു മധുരത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുത്താൻ പാടില്ല എന്ന്. ബീഫിൻ്റെ ടേസ്റ്റാണ് മെയിനായിട്ട് വരേണ്ടത്. അപ്പം കഴിയുന്നതും ഉള്ളീൻ്റെ ക്വാണ്ടിറ്റി എല്ലാം കുറയ്ക്കുക. ഇതിപ്പോൾ ഞാനിവിടെ മീഡിയം സൈസിലെ 2 ഉള്ളിത്തിന് ഉള്ളി നല്ല ഗോൾഡൻ കളറായിട്ടാകുമ്പം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടെടുക്കുക. പിന്നെ 2 മീഡിയം സൈസിലെ തക്കാളി എല്ലാം ഇട്ടിട്ട് ഇതേപോലെ വഴന്നു വന്നാൽ ഇതിലേക്ക് പൗഡേഴ്സ് ആഡ് ചെയ്യുക. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുക്ക് ചെയ്യുമ്പോൾ കുക്കിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അടിയിൽ ചെറുതായിട്ട് മസാല പിടിക്കും. എൻ്റെ ഉമ്മയില് വേറെഞ്ഞൊരു പാത്രത്തിൽ ഇട്ടിട്ടാണ് കേട്ടോ മുളകൊടി മല്ലിപ്പൊടിയെല്ലാം ചൂടാക്കി എടുക്കല്. ഞാൻ പിന്നെ കുക്കറിൻ്റെ ഒരു സൈഡിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. നമ്മളെ പൊടികളെല്ലാം അടി പിടിക്കാണ്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ചൂടുവെള്ളം കുറച്ചൊന്ന് ആഡ് ചെയ്യുക, ഇല്ലെങ്കിൽ മൊത്തത്തിൽ കത്തിപ്പോവും. എന്നിട്ട് നമ്മളെ ബീഫ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ആ ഒരു മസാലയും ബീഫെല്ലാം ഇങ്ങനെ കമ്പൈൻ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ്, പിന്നെ കുറച്ച് ജീരകം, കറിവേപ്പില ഇത്രയും ഇട്ടെടുക്കുക. കുറച്ച് വെള്ളം ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മൾ അടിപൊളി ബീഫ് റെഡി. അപ്പോൾ സ്റ്റൈൽ ഫോളോ ചെയ്യുക.